ഓണായതും കൊണ്ട് ഇപ്പൊ എല്ലാവരും ഓണം മൂഡിലാണ്. ആ പായസ മൂഡ്, ആ പപ്പട മൂഡ്, ആ മുണ്ട് മൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ആഘോഷിക്കുകയാണ്. പക്ഷെ ഇവിടെ സെക്രട്ടേറിയറ്റിൽ മാത്രം നേരെ തിരിച്ചാണ്. ഓണം ആയാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും ബക്രീദ് ആയാലും ആഗസ്റ്റ് 15 ആയാലും മുഖ്യമന്ത്രിക്ക് ഒരു വാഴ്ത്തുപാട്ട് അത് നിർബന്ധ. വിജയനെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് കുറെ കാലം നിങ്ങൾ എല്ലാവരും കൂടി പ്രതിയാക്കാൻ വേണ്ടി നടന്നില്ലേ? ആ പ്രതിയല്ല എന്ന് പറഞ്ഞതാരാ? കോടതി അത് വലിച്ചെറിയ ചെയ്ത് ഈ കേസേ നിലനിൽക്കുന്നതല്ല. മറന്നുപോയോ അത്? ഇപ്പോ നിങ്ങൾ പറയുന്നില്ലേ? കഴിഞ്ഞ ദിവസവും നിങ്ങൾ പറഞ്ഞില്ലേ? കഴിഞ്ഞ ദിവസം ഈ സഭയിൽ പറഞ്ഞല്ലോ ആ ലാവ്ലിൻ കേസിനെ പറ്റി. പക്ഷെ വ്യക്തമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ നടന്നൊരു ഗൂഢാലോചനയുടെ ഫലമായിരുന്നു അത്. നിന്നോ? എന്തുകൊണ്ടാത്? നിങ്ങൾ ശുദ്ധമാണെന്ന് പറയുന്നത് ശുദ്ധമായതുകൊണ്ടാ, വെറുതെ പറയുന്നല്ല. ആരുടെയും മുന്നിൽ തല ഉയർത്തി പിടിച്ച് പറയാൻ പറ്റും. അത് പറയാനുള്ള കരുത്ത് ഈ നെഞ്ചിനുണ്ട്. അത് മനസ്സിലാക്കണം. ഒരുമാതിരി തെലുങ്ക് പടം പോലെ അതിലാണ് എപ്പോഴും നായകനെ പൊക്കി പറയാൻ വേണ്ടിയിട്ട് ഒരു 10-15 ആൾക്കാരുണ്ടാവും. നായകനെ പൊക്കി പറയാൻ ഒരു പാട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വെറുവാണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് പറയണ ആൾക്കാരും ഉണ്ടാവും. ഏതാണ്ട് അതേ സിറ്റുവേഷൻ ഇവിടെ. സിനിമയല്ല, ഇതിപ്പോ ജീവിതമാണ് എന്ന് മാത്രം. ഓണായതും കൊണ്ടാണോ അതോ അടുത്ത ഇലക്ഷൻ ആയതും കൊണ്ടാണോ എന്നറിയില്ല, ഇപ്പൊ എല്ലാ CPM-കാരും ഇപ്പൊ അയ്യപ്പ ഭക്തരായി. എല്ലാവരും ഇപ്പൊ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ നടക്കണത്. ഇതിപ്പോ എന്താ സംഭവം? അതിന് രാജ്യത്തിൻ്റെ നല്ല അംഗീകാരവും കിട്ടിയിട്ടുണ്ട്. ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ അംഗീകാരം അതിന് ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായ ഉദ്ദേശത്തോടുകൂടി മതത്തെയും വിശ്വാസത്തെയും കൈകാര്യം ചെയ്യുന്നവരുടെ പേരാണ് വർഗീയവാദികൾ. എന്തായാലും നിങ്ങൾ ചെയ്യണ കാര്യം എന്തായാലും കറക്റ്റായിട്ട് ഇപ്പൊ പറഞ്ഞു. വർഗീയത മാറ്റിയിട്ട് CPM-ന്റെ അജണ്ട എന്ന് പറയുന്നതായിരിക്കും ശരിക്കും കറക്റ്റ് എന്ന് തോന്നുന്നു. അയ്യപ്പ ഭക്തരെ ഒരു വേദിയിൽ കൊണ്ടുവരിക എന്നത് ആത്മീയ, സാംസ്കാരിക, സാമൂഹിക, ധാർമ്മിക സംഗമം എന്ന രൂപത്തിലേക്ക് അത് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ്. എങ്ങനെ അയ്യപ്പ ഭക്തന്മാരെ എല്ലാവരും ഇപ്പോൾ ഒരു വേദിയിൽ കൊണ്ടുവരാൻ പറ്റുക? ശബരിമല ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്. അവരെല്ലാവരും പാർട്ടി സമ്മേളനം കൂട്ടണ പോലെ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന നിങ്ങളുടെ വിചാരം? കുറച്ചു കാലം മുമ്പ് രഹാന ഫാത്തിമ ശബരിമലയ്ക്ക് കയറുമ്പോൾ സ്ത്രീകളുടെ ഒപ്പം സ്ത്രീകളും പുരുഷനും തുല്യരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അടികൂടിയതും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തതല്ലേ. ഇപ്പൊ അതൊക്കെ എവിടെ പോയി? നമ്മൾ അനുകൂലിക്കുന്നു. ഞാൻ യുവതി പ്രവേശനം ആദ്യമായി വിട്ടു. ഞാൻ വിട്ടു. ഇനി വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. എന്തെയോ എവിടെയോ തകരാറ് പോലെ തോന്നുന്നു. ഗോവിന്ദ മാഷ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ടാം പിണറായി സർക്കാർ ജയിച്ചത് തന്നെ കിറ്റ് കൊടുത്തിട്ടും സ്ത്രീകളെ കയ്യിലെടുത്തിട്ടുമാണ്. ഇനി മൂന്നാം പിണറായി സർക്കാർ ഇനി വരണമെങ്കിൽ എന്തായാലും ഭക്തിമാർഗം പിടിക്കാന്ന് വിചാരിച്ചിട്ടാണോ ഇനിയിപ്പോ ഇങ്ങനെ ഒരു അജണ്ട വന്നിരിക്കണെന്ന് എനിക്കറിയില്ല. ശബരിമലയോടും അയ്യപ്പ ഭക്തരോടും ഏറ്റവും കൂടുതൽ ദ്രോഹം കാണിച്ചിട്ടുള്ള ഗവൺമെൻറ്റാണ് LDF-ന്റെ ഗവൺമെൻറ്. CPM-ന്റെ നിലപാട് തന്നെ ശബരിമലയെ തകർക്കുക എന്നുള്ളതായിരുന്നു. സുപ്രീം കോടതി വിധിയെ തുടർന്ന് ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളാണ് LDF-ന്റെ ഗവൺമെൻറ്. വാടകക്കെടുത്തുകൊണ്ട് കൊണ്ടുവന്ന യുവതികളെ മലകയറ്റി ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിച്ചതിന് ശേഷം അത് പരസ്യമായി പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതോ ഇനി SNDP-കാര് NSS-കാര് നമുക്ക് കൂട്ടുപിടിക്കുക എന്ന് വിചാരിച്ചിട്ടാണോ എന്നും കൂടി അറിയില്ല. NSS ഒരു പാരലൽ ഗവൺമെന്റ് ആണല്ലോ, അവരെ കൂട്ടുപിടിച്ച് നമുക്ക് ഇനി മുന്നോട്ട് പോവുക എന്ന് വിചാരിച്ചിട്ടാണോ എന്നും കൂടി അറിയില്ല. അങ്ങനെയാണെങ്കിൽ NSS-നെ പിടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എനിക്കും കുറച്ച് ഗുണമൊക്കെ ഉണ്ടാവും. നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത്. ഒരു വിശ്വാസത്തിനെതിരായ നിലപാട് ഇന്നലെ ഞങ്ങൾ എടുത്തില്ല, ഇന്നും എടുക്കുന്നില്ല, നാളെ എടുക്കൂല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല ഗോവിന്ദ മാഷെ, അപ്പൊ ഈ നവോത്ഥാന സമരം പറഞ്ഞിട്ട് മതില് കെട്ടലും വിപ്ലവം പറയലും അതൊന്നും ഇനി വേണ്ടേ? മതിലൊക്കെ പൊളിച്ചു കളയാൻ പോവാടാ. ഈ വിപ്ലവം പറയണൊക്കെ വെറുതെയാണ് അല്ലേ? ദൈവം ഇല്ല എന്നൊക്കെ പറയുകയും ചെയ്യും, എന്നിട്ട് മുണ്ട് മടക്കി കൊത്തിയിട്ട് ആരും കാണാണ്ട് പോയിട്ട് തൊഴുകുകയും ചെയ്യും. ഈ 9 കൊല്ലമായിട്ട് ഈ അയ്യപ്പ ഭക്തി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഈ 10ാം കൊല്ലം എങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് എല്ലാം കൂടി പൊട്ടി മുളച്ചത്? പോരാത്തതിന് അന്നത്തെ കേസുകളിലൊന്നും ഒരു തീർപ്പും കൂടി ഉണ്ടായിട്ടില്ല. പിന്നെ മനുഷ്യന്മാരല്ലേ, മാറാൻ ഒരു അവസരം കൊടുക്കാം. എന്തായാലും CPM-കാർക്ക് ഒരു കാര്യം മനസ്സിലായി, സ്ത്രീയും പുരുഷനും എന്തായാലും തുല്യരല്ല. ഇനിയിപ്പോ കുറച്ചു കാലം ഭക്തിമാർഗം പിടിക്കാം, അതായിരിക്കും ഏറ്റവും നല്ലത്. സ്വാമിയേ ശരണമയ്യപ്പ.